നമുക്കിന്ന് എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് നോക്കാം. പലർക്കും ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ പുച്ഛത്തോടുമൊക്കെ മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം കേരള ഗവൺമെൻറ് ഒരു സർക്കുലറൊക്കെ പുറപ്പെടുവിച്ചപ്പോൾ ആൾക്കാരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ ഈ പുച്ഛിച്ച് തള്ളുന്ന ഡയറക്റ്റ് സെല്ലിംഗ് അതൊരു ചെയിൻ പരിപാടിയോ ആളെ ചേർക്കുന്ന പരിപാടിയോ ഒന്നും അല്ല. സത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും സത്യത്തിൽ ഓരോ ദിവസവും നിങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഒരു നല്ലൊരു ഹോട്ടലിൽ കയറി ഒരു ഫുഡ് കഴിച്ചു. നിങ്ങളുടെ ബന്ധുവിനോടും സുഹൃത്തിനോടും ഒക്കെ ആ ഹോട്ടലിൻ്റെ ഫുഡിനെ കുറിച്ച് പറയും. ഒരു ഫിലിം കണ്ടാലും പറയും. ഇപ്പോൾ ഇവിടെ തന്നെ തേക്കടിയിൽ തന്നെ ക്ലബ് മഹേന്ദ്ര എന്ന് പറയുന്ന ഒരു റിസോർട്ടിൽ നല്ല ഫുഡാണ്, എനിക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് ഇവിടെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പോലും ഞാൻ പറയും, തേക്കടി വന്നാൽ പറയും ക്ലബ് മഹേന്ദ്ര റിസോർട്ട് സൂപ്പർ ഫുഡാണ്, നാച്ചുറൽ ഫുഡാണ്, നല്ല ഹൈജീനാണ്, നല്ല ഹോം ഫുഡ് പോലെയൊക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ അത് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവും എല്ലാവരും ഈ സെയിം ഹോട്ടലിലേക്ക് പോകുന്നു. അപ്പോൾ സത്യത്തിൽ എനിക്ക് ആ ഹോട്ടലിലേക്ക് അവരെ പറഞ്ഞു വിട്ടുകൊണ്ട് എനിക്ക് യാതൊരു ഇൻകവും കിട്ടുന്നില്ല. ഇതാണ് സത്യത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു, ആ പ്രോഡക്റ്റ് കൊള്ളാമെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മുടെ ബന്ധുവിനോടോ സുഹൃത്തിനോട് പറയുന്നു, അവരത് വാങ്ങി ഉപയോഗിക്കുന്നു, അത് ബെറ്റർ റിസൾട്ട് വന്നാൽ അവർ നമ്മളോട് പറയുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്ലാൻ പറയുന്നു, അവരുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയുന്നു. അങ്ങനെ ഇത് പോകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് നടക്കുന്നത്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് നടക്കുമ്പോൾ നമുക്ക് എങ്ങനെ കാശ് വരുന്നു എന്നുള്ളത് പിന്നെ അടുത്ത ചോദ്യം. നമുക്ക് ഈ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ മേടിക്കുന്ന വീട്ടിൽ നിത്യോപയോഗം ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം തന്നെ നമ്മുടെ കമ്പനിയിലാണ്. ഞാൻ സത്യത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ പേര് MA ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ്. ഇത് നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളായ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിഷ് ബാർ, ലിക്വിഡ്, ഫ്ലോർ ക്ലീനർ, അങ്ങനെ നിരവധി ഐറ്റംസ്, സോപ്പ്, പേസ്റ്റ്, അങ്ങനെ നിരവധി ഐറ്റം, ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിത്യോപയോഗമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ മറ്റേതെങ്കിലും കമ്പനിയുടെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ എൻ്റെ ഐഡിയിലൂടെ ഞാൻ ഈ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നു, എൻ്റെ ബന്ധുവിനോടും സുഹൃത്തിനോടും ഞാൻ പറയുന്നു. അപ്പോൾ എനിക്കിതിനകത്ത് കിട്ടുന്ന പേയ്മെൻറ്റ് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ കമ്പനിക്ക് ഒരു TV-യിലോ പത്രത്തിലോ ഒക്കെ ഒരു പരസ്യം കാണും. ആ പരസ്യക്കാർക്ക് പൈസ കൊടുക്കണം. ആ ഒരു ഫിലിം സ്റ്റാർ അഭിനയിക്കും, അവർക്ക് പൈസ കൊടുക്കണം. അതുകൂടാതെ തന്നെ ഇത് കൊണ്ടുവരുന്ന വാൻ സെയിലുകാർക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഹോൾസെയിൽ ഡീലേഴ്സ്, അങ്ങനെ ഇടനിലക്കാർ കുറേ പേരുണ്ട്. അവർക്കെല്ലാം ലാഭവിഹിതം കൊടുത്തിട്ടാണ് നമ്മൾ MRPയിലോട് വരിക, അല്ലെങ്കിൽ 1-2 രൂപ കുറച്ച് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ അതേസമയം ഇത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നേരെ ഡയറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് എത്തുന്നു, നമ്മൾ തന്നെയാണ് സെല്ല് ചെയ്യുന്നത്. കസ്റ്റമർ തന്നെ സെല്ല് ചെയ്യുന്നു, കസ്റ്റമർക്ക് അതിൻ്റെ വിഹിതം തിരിച്ചു വരുന്നു, കമ്പനി തിരിച്ചു വരുന്നു. ഇത്രയേ ഉള്ളൂ. ഇപ്പം നിലവിൽ നിയമസാധ്യതകളെല്ലാം തന്നെ നമുക്ക് അനുകൂലമാണ്. ഇപ്പോൾ എനിക്ക് ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്, ജോലിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് വളരെ ഒരു സുതാര്യം നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. സത്യത്തിൽ ജോലിയുണ്ട്, ജോലി നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ജോലിയുണ്ട്, നമ്മൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ പിരിഞ്ഞ് അന്യ സ്ഥലങ്ങളിൽ പോയി ജോലിക്ക് പോകുന്നു. പിന്നെ ഇപ്പോൾ വൈഫിനെ പിരിഞ്ഞു ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, ഹസ്ബൻഡിനെ പിരിഞ്ഞ് വൈഫ് ജോലിക്ക് പോകുന്നു, അച്ഛൻ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി ദൂര സ്ഥലങ്ങളിൽ പോയി പിരിഞ്ഞ് നിന്ന് മാറി നിന്ന് ജോലി ചെയ്ത് സമ്പാദിച്ചുകൊണ്ട് വരുന്നു. ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ജീവിക്കും. എന്നെ സംബന്ധിച്ചായപ്പോൾ ഞാനൊരു ഡിഗ്രിയായി കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ എന്ത് ജോലി എടുക്കണം, എവിടെ ജോലിക്ക് പോകണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഞാൻ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്ന ഒരു മുതലാളിയായി, അല്ലെങ്കിൽ ഒരു മാനേജറായി, ഒരു കമ്പനിയുടെ ഓണർമയായി പോകണം എന്നുള്ളൊരു ചിന്ത നമുക്ക് ആർക്കും ഇല്ല. നമ്മളെല്ലാം ചെയ്യുന്നത് എനിക്ക് എത്ര രൂപ ശമ്പളം കിട്ടും, പക്ഷേ കൂടുതൽ ആൾക്കാരിലേക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്ന ഒരു ഓണറായി മാറാനുള്ള സ്ഥിതി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. നമുക്ക് അതിനുള്ള ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇഷ്ടംപോലെ കസ്റ്റമേഴ്സുള്ളൊരു നാടാണ് നമ്മുടെ ഈ കസ്റ്റമേഴ്സിനെ എല്ലാം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലൂടെ നമുക്ക് ഇനി വരുന്ന ഒരു 2025, 2030 ആകുമ്പോഴത്തേനും ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ അതിപ്രസരം നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ഹ്യൂജ് ബിസിനസ് ഡെവലപ്മെൻ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. നമ്മൾ ഇനി ജനിക്കുന്ന കുട്ടികൾ പോലും ഏതെങ്കിലും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ ഐഡിയ എടുത്തവരായിരിക്കും. അത് സുനിശ്ചിതമായിരിക്കും. കാരണം ഇതിനതിൻ്റെ ഗ്രോത്ത് അങ്ങനെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ലാൻഡ് ഫോണുള്ള കാലം കഴിഞ്ഞു. ഇപ്പോൾ BSNL ലാൻഡ് ഫോണില്ല, ബട്ടൺ ഫോണായി, പിന്നെ ടച്ച് ഫോണായി. അപ്പോൾ നമ്മൾ കാലം മാറുന്നത് നമ്മൾ മാറിക്കൊണ്ട്, പക്ഷേ ആദ്യമേ എല്ലാവരും ഇത് മാറ്റാൻ വേണ്ടി സമ്മതിച്ചില്ല. അത് ശരിയാവത്തില്ല. ഇപ്പോൾ തന്നെ നമുക്ക്
പേയ്മെൻറ്റുകളുടെ കാലമായി. എല്ലാവരും ഇപ്പോൾ ഗൂഗിൾ പേ അങ്ങനെയുള്ള രീതിയിലൊക്കെ. ആദ്യം ഇത് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ എന്താണ്, ഇത് നടക്കത്തില്ല, എങ്ങനെ ചെയ്യും, ബാങ്കിൽ പോയി പൈസ എടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ എല്ലാത്തിനും ആദ്യമെല്ലാം നോ വരും. പക്ഷേ എല്ലാം കറക്റ്റായിട്ട് പോയി. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു കമ്പനി, പ്രത്യേകിച്ച് ഡയറക്റ്റ് സെല്ലിൽ നല്ലൊരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കമ്പനി മിനിമം ഒരു 5-6 വർഷം അല്ലെങ്കിൽ മിനിമം ഒരു 10 വർഷമെങ്കിലും എക്സ്പീരിയൻസ് നോക്കണം. ഇത് കമ്പനി എങ്ങനെയാണ്, നല്ലതാണൊക്കെ നോക്കണം. പിന്നെ അവരുടെ പേയ്മെൻറ്റ് എങ്ങനെയുണ്ട്, കറക്റ്റാണ്, പ്രോഡക്റ്റ് നല്ലതാണ്. നമ്മുടെ ഈ കമ്പനിയുടെയൊക്കെ പ്രോഡക്റ്റ് നല്ലതല്ലെങ്കിൽ ഈ കമ്പനി എന്നേ സ്റ്റോപ്പ് ആയേനെ. കാരണം ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഈ പ്രോഡക്റ്റ് കൊള്ളാമെന്നുകൊണ്ടല്ലേ ഞാൻ എൻ്റെ സുഹൃത്തിനോടും പറഞ്ഞത്. ആ സുഹൃത്തിനും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അവർ വാങ്ങിയതുകൊണ്ടാണ് ബിസിനസ് ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ ഈ ബിസിനസ്സിനകത്ത് പ്ലസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വളരാതെ ഈ ബിസിനസ് വളരില്ല. നിങ്ങൾ വളരാതെ ഈ ബിസിനസ് വളരില്ല എന്നുള്ളത് പറഞ്ഞാൽ, നിങ്ങളാണ് ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഏതൊരു ജോലി ചെയ്യുന്നതിന്, ഇപ്പം ഞാൻ തന്നെ ഈ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യാനുള്ള കാരണം തന്നെ ഇതിനകത്ത് നോ സെറ്റപ്പ് കോസ്റ്റ്. നമുക്ക് ഇതിനകത്ത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി കോസ്റ്റൊന്നുമില്ല. ബിസിനസ് സാധാരണക്കാരുടെ ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട തന്നെ. പിന്നെ നമുക്ക് ഇതിനകത്ത് ബോസില്ല. ഞാൻ തന്നെ ഇതിനകത്ത് ബോസ്. പിന്നെ വേറെ ആരും ബോസില്ല. പിന്നെ നോ ടൈം ലിമിറ്റ്. നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ബിസിനസ് ചെയ്യാം. നോ ടാർഗറ്റ്, നോ ഏരിയ ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട, നമുക്ക് റിട്ടയർമെൻ്റ് ഇല്ല. ഇതിനകത്ത് തന്നെ നമുക്ക് നോമിനി സിസ്റ്റം ഉണ്ട്. നമുക്ക് 3 തലമുറകളെ കൈമാറി നമുക്ക് ബിസിനസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇതിന് പല്ല് തേക്കാനും കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ഉള്ള സാധനങ്ങളെല്ലാം ഈ പ്രോഡക്റ്റ് ഉണ്ട്. നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പം മനുഷ്യൻ ഇതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കും. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വളരെ ബെറ്റർ ആയതുകൊണ്ട് കുഴപ്പമില്ല, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ഡയറക്റ്റ് സെല്ലിങ് എന്ന ഒരു കമ്പനികളെ നിങ്ങൾ പുച്ഛിച്ച് ചെല്ലുന്ന ഒരു രീതിയിൽ നിന്ന് മാറ്റം ഉണ്ടാവണം. പ്രത്യേകിച്ച് ഈ വരും തലമുറകൾ, ചെറുപ്പക്കാർക്ക് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് സെല്ലിങ് കമ്പനി ഇതിനെ കോഴ്സായിട്ട് ചെയ്ത് ഡിഗ്രി എടുത്ത് കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. അപ്പം നല്ലത്, നമുക്ക് നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലിയോടൊപ്പം തന്നെ ഒരു സൈഡ് ബിസിനസ്സായിട്ടൊക്കെ ചെയ്ത്, പിന്നെ ആദ്യം ഒരു പാർട്ട് ടൈം ആയിട്ട് ഇത് ഫുൾ ടൈം ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിങ്. ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഏറ്റവും നമ്പർ 1 ആയി നിൽക്കുന്ന MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിനിങ്ങിനൊന്നും പേയ്മെൻ്റ് ഇല്ല. ഗവൺമെൻറ് സർക്കുലർ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് KYC അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ID എടുത്ത് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. വീട്ടിലേക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആവശ്യത്തിനുള്ള പ്രോഡക്റ്റുകൾ ഏതെങ്കിലും വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ജോയിനിങ് ആവുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചോ അല്ലെ അവരെയൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞാൻ കുമളിയിൽ നിന്ന് രാജേഷാണ്. ഓക്കെ, താങ്ക് യു.